ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ താഴെ ഊഞ്ഞാലിൽ കിടന്ന് ബുക്ക് വായിക്കുന്ന ഷിബ്രയുടെ നേരെ അവിടെ മുകളിലുള്ള ഒരു മരത്തിൽ നിന്നും ഒരു കായ എടുത്ത് എറിയുകയാണ് ഷമീർ. എന്നാൽ അവൾ നോക്കുമ്പോൾ അവനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ പട്ടം പറത്തുന്ന പോലെ ആക്ഷൻ കാണിക്കുകയാണ്. വീണ്ടും ഇത് തന്നെ തുടർന്നതും ഷിബ്രയെ നേരിട്ടിട്ട് അവന് നേരെയും അതെടുത്തെറിയുന്നുണ്ട്. എന്നാൽ അവൻ തന്റെ കണ്ണിൽ അത് കൊണ്ടെന്ന പോലെ അഭിനയിച്ചതും ഷിബ്ര അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇവിടെ ദാവൂദ് സർദാറിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ, നീ എന്താ ഷാമിറിന്റെ കൂടെ പോവാത്തേന്ന്. എന്നോട് വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് ഷാമിർ സാർ ഫറാസ് സാറിന്റെ കൂടെ പോയെന്ന് സർദാർ പറയുമ്പോൾ ദാവൂദ് ചോദിക്കുന്നുണ്ട്, നിന്റെ കൂടെ അവൻ എവിടെയൊക്കെ പോവാറുണ്ടെന്ന്. അപ്പോൾ സർദാർ പറയുന്നുണ്ട്, ഉമ്മാന്റെ കബറിടത്തിലും ഫാം ഹൗസിലും പിന്നെ ഫറാസ് സാറിന്റെ വീട്ടിലേക്കും. വേറെ എവിടെയെങ്കിലും അവൻ പോവാറുണ്ടോ എന്ന് ദാവൂദ് ചോദിക്കുമ്പോൾ ഇല്ല സാർ, എവിടെയും പോവാറില്ലെന്ന് അയാൾ പറയുമ്പോൾ എന്നോട് കള്ളം പറയരുതെന്ന് ദാവൂദ് പറയുന്നു. പിന്നെ ഒരു ഹോട്ടലിലേക്കും പോവാറുണ്ടെന്ന് സർദാർ പറഞ്ഞതും ഇതെന്താ നീ മുമ്പ് എന്നോട് പറയാതിരുന്നെന്ന് ദാവൂദ് ചോദിക്കുമ്പോൾ അയാളൊന്നും മിണ്ടുന്നില്ല. സുഖേനെ ഷാമീറിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, റൂം എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ടുണ്ടെന്ന് അവൻ പറയുമ്പോൾ സുഖേനെ പറയുന്നുണ്ട്, ഞാനല്ല ഷിബ്രയ അവിടെയൊക്കെ അറേഞ്ച് ചെയ്തതെന്ന്. എന്ത് പറ്റി അവൾക്ക് എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ? അത് മാത്രമല്ല, പുറത്തേക്ക് നോക്ക്, നിങ്ങൾക്ക് വേണ്ടി ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. വിശ്വാസം വരാതെ ഷാമീർ നോക്കിയതും ഷിബ്ര അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവൾ വരുന്നുണ്ടെന്നും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്യുന്നു. ഷിബ്രയെ കണ്ടതും തന്റെ കണ്ണ് വേദനയുണ്ടെന്നും പറഞ്ഞിട്ട് ഷാമീർ കരയാൻ തുടങ്ങി. ഫസൽ ബക്ഷ്, ഞാൻ അറിയാതെ പറ്റിപ്പോയതാന്ന് അവൾ പറയുമ്പോൾ എനിക്ക് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഷാമീർ വീണ്ടും കരയാണ്. നല്ല വേദനയുണ്ടോ, കണ്ണ് തുറക്കുമെന്നും പറഞ്ഞവൾ അവന്റെ കണ്ണ് നോക്കുമ്പോൾ ഷാമീർ ചോദിക്കുന്നുണ്ട്, ഞാനിനെ അന്ധനായി പോവെന്ന്. ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞവൾ ഷോളിലേക്ക് ഊതിയിട്ട് അവന്റെ കണ്ണിലേക്ക് വെക്കുന്നു. രണ്ടും കണ്ണ് വേദനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഷാമീർ രണ്ടും മാറി മാറി കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണ് തുറന്നുകൊണ്ട് എല്ലാം ശരിയായി, എന്റെ ഹൃദയം ഒന്ന് ശുദ്ധിയായി എന്നവൻ പറയുമ്പോൾ ഷിബ്ര ചോദിക്കുന്നുണ്ട്, ഹൃദയത്തിനാണോ കണ്ണിനല്ലേ വേദന എന്ന്. അതെ, ഞങ്ങളുടെ മുർഷിദ് സാഹിബ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ണ് ഹൃദയത്തിന്റെ ജനലാണെന്ന്. അപ്പോൾ ഹൃദയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ഷാമീർ പറയുമ്പോൾ ഷിബ്ര അവനെ സംശയത്തോടെ നോക്കിയിട്ട് ചായ കൊടുക്കുന്നു. ചായ കൊടുക്കുന്നതിനിടെ വീണ്ടും കണ്ണുവേദനയുണ്ടെന്നും പറഞ്ഞ് ഷാമീർ അവളോട് മുമ്പ് ചെയ്തതുപോലെ ചെയ്തതാന്ന് പറഞ്ഞതും ഇന്ന് ഒറ്റയ്ക്കെന്നെ ചെയ്തെന്നും പറഞ്ഞവൾ ദേഷ്യത്തിൽ ആ ഷാൾ നീട്ടുന്നു. അവൻ ആ ഷോൾ കൊണ്ട് കണ്ണിൽ വെക്കുമ്പോൾ അവനെ അഭിനയിക്കാന്ന് അവൾക്ക് മനസ്സിലായതും അവൾ അവന്റെ കയ്യിൽ നിന്ന് ഷോളും വലിച്ചൊരി അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്നു. അവൾ പോയി കഴിഞ്ഞതും ഷാമീർ കഴിഞ്ഞതൊക്കെ ഓർത്ത് സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. ദാവൂദ് ഫറാസിനെ വിളിച്ചിട്ട് ഷാമീറിന് ഫോൺ കൊടുക്കാൻ പറയുന്നുണ്ട്. കള്ളം പറയണ്ട, കള്ളം പറഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞ് അയാൾ ഷാമീറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫറാസ് അപ്പോൾ തന്നെ ഷാമീറിനെ വിളിക്കുന്നു. നിനക്കറിയോ ഇവിടെ ഷിബ്രയുമായിട്ട് എന്ത് സീൻ ഉണ്ടായെന്ന് ഷാമീർ ചോദിച്ചതും നിനക്കറിയോ നിന്റെ ഉപ്പ എന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്, നിന്റെ മറ്റേ ഫോൺ എവിടെ, അതിൽ നിന്നും വിളിക്കുന്നു പറഞ്ഞു ഫറാസ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇവിടെ സഫിയ പിണങ്ങിക്കിടക്കാണ് സുലൈമാൻ വരാൻ ലേറ്റ് ആയതിന്. ഷിബ്ര, നീ നിന്റെ ഉമ്മയോട് പറയേ എന്റെ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിച്ചിട്ട് പോലും പോവാതെ ഇങ്ങോട്ട് ഓടി വന്നത് ഫസൽ ബക്ഷിന്റെ നിങ്ങളുടെ കൂടെ ഡിന്നർ കഴിക്കാനാണെന്ന്. അപ്പോഴേക്കും ഫസൽ ബക്ഷി പോകുന്നു ഞാൻ വിചാരിച്ചോന്ന് സുലൈമാൻ പറഞ്ഞതും സഫിയ പറയുന്നുണ്ട്, ഷിബ്ര, എന്റെ മോൻ പോയത് അവന്റെ ഫ്രണ്ടിന് ആക്സിഡന്റ് ആയിട്ട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറ, അവൻ വരാതെ കഴിക്കില്ല എന്നും പറ. അപ്പോഴേക്കും സുലൈമാൻ പറയുന്നുണ്ട്, നിന്റെ ഹിറ്റ്ലർ ഉമ്മാനോട് പറയും ഷിബ്ര, അവന്റെ കൂടെ ഞാനും കഴിക്കുന്നുള്ളൂന്ന്. നോക്ക് ഷിബ്ര, ഞാനല്ല ഹിറ്റ്ലർ, നിന്റെ ഉപ്പയാ ഹിറ്റ്ലർ. ഇത്രയൊക്കെ ആയതും ഷിബ്ര അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സുഖിയനോട് എന്നോടൊന്നും മിണ്ടാൻ പറയുന്ന അയാൾ സഫിയോട് റിക്വസ്റ്റ് ചെയ്തതും സഫിയ അവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നു ഒരുപാട് സന്തോഷത്തോടെ. ഷാമീറിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫറാസ്. നിന്റെ ഉപ്പ നിന്നോട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്കും പോകാൻ പറഞ്ഞിട്ടുണ്ട്, എന്തോ സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസാ? എന്നോടൊരു വാക്ക് ചോദിക്കാതെ അവരെന്നെ എല്ലാം പ്ലാൻ ചെയ്തത് എന്തിനാന്ന് ഷാമീർ ദേഷ്യത്തോടെ പറയുമ്പോൾ ഫറാസ് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ഡ്രസ്സ് എവിടെ, ഈ ഡ്രസ്സും തൊപ്പിയൊക്കെ ഇട്ടോണ്ടാണോ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് അവൻ കളിയാക്കി ചോദിച്ചതും പിന്നെന്താ ചെയ്യാ, ഇപ്പൊ തന്നെ 9 മണിയായി, എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് അവൻ ആലോചിക്കുമ്പോൾ ഫറാസ് ചിരിക്കുന്നുണ്ട്. ഒടുവിൽ ഒരു മാർഗ്ഗം ഇല്ലാതെ വന്നപ്പോൾ അങ്ങനെ തന്നെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. തലയിൽ ഷോളും ഇട്ട് ദാവൂദിനെ കണ്ണു വെട്ടിച്ച് ഫറാസിന്റെ കൂടെ ഉള്ളിലേക്ക് പോകാൻ ശ്രമിച്ച ഷാമീറിനെ അയാൾ കൈയോടെ പൊക്കുന്നു. എന്താ നീ വേഷത്തിൽ, എവിടുന്നാ നീ വരുന്നതെന്ന് ദാവൂദ് ചോദിച്ചതും താൻ വേഷം മാറി നമ്മുടെ നാട്ടിലൂടെ ഒന്ന് നടന്നതായിരുന്നെന്നും ആൾക്കാർക്കൊക്കെ നമ്മളെക്കുറിച്ച് മോശം അഭിപ്രായമാണെന്നും പറഞ്ഞിട്ട് ഷാമീർ ഫറാസിനോട് ബാക്കി പറയാൻ പറഞ്ഞതും ഫറാസ് ആകെ തപ്പി തടയുന്നു. എന്നിട്ട് മെല്ലെ അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. നമ്മുടെ പാർട്ടിയിൽ ആർക്കും വിശ്വാസമില്ലെന്നും എല്ലാം നിർത്തിക്കൂടെന്നും ഹാറൂനുമായിട്ടുള്ള എല്ലാ ഡീലും മതിയാക്കിക്കൂടെന്നും ഷാമീർ ചോദിക്കുമ്പോൾ ദാവൂദ് ചോദിക്കുന്നുണ്ട്, വേറെന്തൊക്കെ ആൾക്കാർ പറഞ്ഞെന്ന്. ഇനി എന്താ പറയണം, ഇതൊക്കെ പോരെ, അടുത്ത വർഷം ഇലക്ഷനാണ്, അതിന് എന്താവുന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞവൻ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയതും ദാവൂദ് അവനെ പിടിച്ചു നിർത്തി അഭിനന്ദിക്കുന്നുണ്ട്. ശരി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അയാൾ ചോദിക്കുമ്പോൾ 8 മണിക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിർത്തലാക്കാൻ പറയുന്നുണ്ട് അവൻ. ശരി, ഹാറൂൺ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അയാൾ എന്ത് പറഞ്ഞാലും സമ്മതിച്ചോണെന്ന് ദാവൂദ് പറയുമ്പോൾ അവനെന്തോ എക്സ്ക്യൂസസ് പറയാൻ ഒരുങ്ങിയതും അയാൾ അവനെ തടയുന്നു. നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നില്ലേ, അപ്പൊ ഞാൻ പറയുന്നത് നീയും കേൾക്കണമെന്ന് അയാൾ പറയുന്നു. ഇവിടെ ഷാമീറിന് വേണ്ടി ഹാറൂൺ ഒരുക്കിയ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. കേക്ക് കട്ടിങ് കഴിഞ്ഞ ഉടനെ ഷാമീർ അവിടെ നിന്ന് പോകാനൊരുങ്ങിയതും ഹാറൂനും മെഹറിനും അവനെ തടയുന്നു. നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് ഹാറൂൻ അവനോട് ഞാൻ നിന്നെ എന്റെ മരുമകനാക്കാൻ തീരുമാനിച്ചെന്ന് പറയുന്നു. മെഹറിൻ ആകെ ടെൻഷനിലാണ്. എനിക്കൊന്നും മനസ്സിലായെന്ന് ഷാമീർ പറഞ്ഞതും ഇന്ന് നിന്റെ എൻഗേജ്മെന്റ് ആണെന്നും പറഞ്ഞ് ദാവൂദ് ഫറയുടെ റിങ് കൊണ്ടുവരാൻ പറയുന്നു. എന്നാൽ ഷാമീർ ഞാൻ മുർഷിദ് സായോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ദാവൂദ് ചോദിക്കുന്നുണ്ട്, അതേത് മുർഷിദ് സാ എന്ന്. തനിക്ക് എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ ഒരു മുർഷിദ് സാഹ് ഉണ്ടെന്നും അവർ പറയാതെ എനിക്ക് തീരുമാനം പറയാൻ പറ്റില്ലെന്നും
ഷമീർ പറയുമ്പോൾ ശരി സമ്മതം വാങ്ങാം, എവിടെ അയാളെന്ന് ഹാറൂൺ ചോദിക്കുമ്പോൾ ഇറാഖിലാണെന്നും 2 മാസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് ഷമീർ കള്ളം പറഞ്ഞതും അത് മനസ്സിലായെന്ന പോലെ മെഹറിൻ ഒന്ന് ചിരിക്കുന്നുണ്ട്. ദാവൂദ് ഹാറൂനോട് സോറി പറയുന്നു. നീ എന്താ എന്നോട് ഇക്കാര്യം പറയാതിരുന്നെന്ന് അയാൾ ചോദിക്കുമ്പോൾ ഷമീർ പറയുന്നുണ്ട് അവര് സമ്മതിക്കാത്തതുകൊണ്ടാണെന്ന്. മെഹറിൻ ആകെ ഇൻസൾട്ടിങ് ആകുന്നു. ഷമീർ അപ്പോഴേക്കും അവിടെയൊന്നും പോകുന്നുണ്ട്. വീട്ടിലെത്തിയതും അവൻ ഷിബ്രക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. തന്റെ ഫ്രണ്ടിന് സുഖമായാൽ 1-2 ദിവസത്തിനുള്ളിൽ വരാമെന്നും പറഞ്ഞിട്ട്. ഇവിടെ വീട്ടിലേക്ക് വന്നിട്ട് മെഹറിൻ ഹാറൂനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും അവനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞിട്ട്. അവൻ വേറൊരു ഓപ്ഷനില്ല, അവൻ എന്തായാലും സമ്മതിക്കും പ്രിൻസസ് എന്നയാൾ പറഞ്ഞതും ഞാൻ നിങ്ങളുടെ പ്രിൻസസ് അല്ല, ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നേനെന്ന് മെഹറിൻ പറയുമ്പോൾ ഹാറൂൺ പറയുന്നുണ്ട് 2 മാസത്തെ കാര്യമില്ലെന്ന്. 2 മാസം കഴിഞ്ഞിട്ട് ആ മുർഷിദ് സായി ഇനി സമ്മതം കൊടുത്തില്ലെങ്കിലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് നീ ടെൻഷൻ ആവണ്ട, അയാൾ സമ്മതിക്കുമെന്ന്. അപ്പോൾ മെഹറിൻ ചോദിക്കുന്നുണ്ട് ഡാഡിക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലല്ലോ, പിന്നെന്താ ഷമീർ പറയുമ്പോൾ ഒന്നും മിണ്ടാതിരുന്നെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഷമീർ അങ്ങനെ ആയതിൽ സംശയിക്കാനൊന്നുമില്ല, അവന്റെ ഉമ്മയും അങ്ങനെയുള്ള ആളായിരുന്നു, മുർഷിദ് സായിലൊക്കെ വിശ്വസിച്ച ആളായിരുന്നു. ഇത് കേട്ടതും മെഹറിൻ വിശ്വാസം വരാതെ അയാൾ നോക്കുന്നു. മോൾ ടെൻഷൻ ആവണ്ട, എല്ലാം ശരിയാണെന്നും പറഞ്ഞയാള് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടെ ദാവൂദ് ഫറായോട് പറയുന്നുണ്ട് അവൻ എന്തായാലും ശരിയായ തീരുമാനമായി എടുക്കുന്നു. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും, അവനെന്തെങ്കിലും അഫയർ ഉണ്ടെങ്കിലോ എന്ന് ഫറ ചോദിക്കുമ്പോൾ ദാവൂദ് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്. ഇല്ല, ഈയിടെയായിട്ട് അവന്റെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു മാറ്റം ഇല്ലെന്ന് ഫറ ചോദിക്കുമ്പോൾ ഇല്ല, അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അയാൾ ഉറപ്പ് പറയുന്നു. ഷിബ്ര കടയിലേക്ക് പോകാൻ ഒരുങ്ങിയതും ഷമീർ അങ്ങോട്ടേക്ക് വരുന്നു. സഫിയ അവനോട് സംസാരിക്കാൻ ഒരുങ്ങിയതും അവൾ അവനെ പിടിച്ചു വലിച്ച് അവളുടെ കൂടെ കൊണ്ടുപോകുന്നു. അവർ നേരെ പോകുന്നത് റിയൽ ഫസൽ ബക്ഷിന്റെ അടുത്തേക്കാണ്. ഷിബ്ര ചോദിക്കുന്ന റേറ്റിനല്ല അയാൾ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഓരോ കോമഡിയും. പോവാൻ നേരം ഷമീർ അയാൾക്ക് പൈസയും കൊടുക്കുന്നു. സുക്കൈനയും സുഹൈബും അവരുടെ പരാതിയും പരിഭവങ്ങളും പങ്കിടുകയാണ്. സുക്കൈന അവനോട് പറയുന്നുണ്ട് ഷിബ്രയുടെ കല്യാണം കഴിഞ്ഞിട്ടേ നമ്മുടെ കല്യാണം മതിയെന്ന്. അപ്പോൾ ഇനിയും 10 കൊല്ലം ഞാൻ കാത്തിരിക്കണമെന്ന് അവൻ കളിയാക്കി ചോദിക്കുന്നുണ്ട്. ദാവൂദ് ഷമീറിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ലണ്ടനിൽ എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ടിരിക്കുന്നുണ്ട് അവൻ തുണി വിരിച്ചുകൊണ്ടാണ് പറയുന്നത്, അതും ഷിബ്രയുടെ വീട്ടിൽ. അയാൾ വീണ്ടും മെഹറിന്റെ കാര്യം പറഞ്ഞതും അവൻ മുർഷിദ് സായി സമ്മതിച്ചില്ലെങ്കിലോ എന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. നിനക്കറിയില്ലേ നിന്റെ ഉപ്പ ആരെയും പേടിക്കാത്ത ആളാണെന്ന്, പിന്നെ എന്തിനാ ഇതൊക്കെ പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നതെന്ന്. ഒപ്പം ഒന്നിനെയും പേടിക്കണ്ട, മുർഷിദ് സായിൽ മാത്രം വിശ്വസിക്കുന്നു പറഞ്ഞവൻ ഫോൺ വെക്കുന്നു. സുക്കൈനയോട് ഷിബ്ര പറയുന്നുണ്ട് എന്റെ അനിയത്തി ഇപ്പോൾ എന്നെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ, ഇനി നിന്റെ ഫസൽ ബായി പറഞ്ഞിട്ടാണോ നീ, ആരായിരിക്കും ഫസൽ ബായിക്ക് വിധിച്ച പെൺകുട്ടിയെന്നും പറഞ്ഞ് സുക്കൈന ഇടങ്ങണിട്ട് ഷിബ്രയെ നോക്കുന്നുണ്ട്. എന്തോ ആലോചനയിലിരിക്കുകയാണ് അവൾ. എന്താ ആലോചിക്കുന്നത്, എന്റെ ഫസൽ ബായിനോട് പ്രണയം ആയോ എന്ന് അവൾ ചോദിച്ചതും നിനക്കെന്താ ഭ്രാന്താണോ, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല എന്ന് ഷിബ്ര പറയുമ്പോൾ ആലോചിക്കണ്ട, അത് വളരെ മുകളിലുള്ള ഫ്ലൈറ്റ് ആണെന്ന് സുക്കൈന പറയുമ്പോൾ ഷിബ്ര പറയുന്നുണ്ട് ആ ഫ്ലൈറ്റ് എവിടെ ലാൻഡ് ചെയ്യുമെന്ന് നോക്കാലോ എന്ന്. ഇതേസമയം ഉമ്മയെയും ആലോചിച്ചുകൊണ്ട് കിടപ്പാണ് ഷമീർ. ഷിബ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വരുമ്പോൾ കാണുന്നത് മുകളിലേക്ക് നോക്കി കിടക്കുന്ന ഷമീറിനെയാണ്. ഫസൽ ബക്ഷ് തനിക്ക് നക്ഷത്രങ്ങൾ ഇഷ്ടമല്ലല്ലോ, പിന്നെന്തിനാ നോക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ നക്ഷത്രങ്ങളല്ല, അതിനേക്കാൾ പ്രിയപ്പെട്ടതൊന്നുണ്ട്, അതാ നോക്കിയത്. അതിന്റെ ഭംഗി ഞാൻ വേറൊന്നിലും കണ്ടിട്ടില്ല എന്ന് ഷമീർ പറയുമ്പോൾ ഷിബ്ര ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്നോട് പറയുമെന്ന്. അങ്ങനെ അതിനെക്കുറിച്ച് പറയാനൊന്നും പറ്റില്ല, അങ്ങോട്ട് പോയിട്ടേ അതിനെക്കുറിച്ച് അറിയണമെങ്കിലെന്ന് ഷമീർ പറയുമ്പോൾ ഷിബ്ര ചോദിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് പോയാൽ നിനക്ക് ആരെങ്കിലും ആവശ്യമായി വന്നാൽ എന്ത് ചെയ്യുന്നു, നീയുണ്ടല്ലോ, നീ എന്നെ സഹായിക്കില്ലേ എന്ന് ഷമീർ ചോദിക്കുമ്പോൾ ഷിബ്ര പറയുന്നുണ്ട് ആലോചിക്കാന്ന്. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ എനിക്ക് നീ ഭയങ്കര നല്ലവനായിട്ട് തോന്നുന്നു എന്ന് ഷിബ്ര പറയുമ്പോൾ ഷമീർ പറയുന്നുണ്ട് എല്ലാം ഞാൻ നിന്നിൽ നിന്നും പഠിച്ചതാണെന്ന്. പ്രണയത്തോടെ ഷിബ്രയെ തന്നെ നോക്കിയിരിക്കുന്ന ഷമീറിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് ഹൈപ്പ് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ലൈക്കും കമന്റും ചെയ്യാൻ മറക്കണ്ട. താങ്ക്